ഹലോ ഫ്രണ്ട്സ്, സെക്കൻഡ് മൺഡേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ടെൻറ്റിൽ നിന്ന് ഞാൻ സ്വാഗതം പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ടെൻ്റ് അടിച്ചാണ് ഞാനൊരു വീട്ടിൽ കിടന്നത്. എനിക്കറിയാലോ, അവരെന്നെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്തു, ഞാൻ വന്നു കിടന്നു. ബട്ട് അവസാനം ഇവിടുത്തെ സാഹചര്യമൊക്കെ വേറെ ആയിരുന്നു. അപ്പോൾ ഇതറിഞ്ഞത് ഞാൻ വരില്ലായിരുന്നു. എന്തായാലും വന്നു കിടന്നു. രാവിലെ ഞാൻ ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കാൻ വേണ്ടി പോവുക. ഇവിടെയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ടെൻ്റ് അടിച്ച് കിടന്നത്. ബോനോസ് ദിയാസ്. ഇവിടെ താണ്ട് വാഷ്റൂമാണ്, വാഷ്റൂമിൻ്റെ അടുത്താണ് കേട്ടോ. ഇവിടെ കുറേ വീടുകൾ താണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ വീടുകൾ, ഒരു വലിയ വീടിനെ കട്ട് ചെയ്ത് കുറേ ആളുകൾ താമസിക്കുന്ന സ്ഥലമായിട്ട് മാറ്റിയിരിക്കുക. ഇവിടെ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഇവർ തുണി കഴുകുന്നത്. നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ രാവിലെ അവർ തുണി കഴുകാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇവിടെ കോഴിയും പന്നിയും, ഒരു ചെറിയ വില്ലേജ് പോലെ കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തുണിക്കല്ല് ഇവിടെയും ഉണ്ട്. ഫൈനലി രാവിലെയായി, ഞാൻ എണീറ്റ് കേട്ടോ. ഒന്ന് ഫ്രഷൊക്കെ ആയി ഞാൻ ഇവിടെ നിന്ന് വിട പറയാണ്. ഗ്രാസിയാസ് ഗ്രാസിയാസ് ഗ്രാസിയാസ്, ബൈ ബൈ, നോസ് വാമോസ്. അപ്പോൾ ഞാനിനി മെയിൻ റോഡിലോട്ട് പോയിട്ട് യാത്ര തുടങ്ങാനായിട്ട് പോകുന്നു. രാവിലെ തന്നെ ഇവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ അവർ വൃത്തിയാക്കുന്ന കാഴ്ചയാണ്. ഞാനിപ്പോൾ ഹോണ്ടറാസിലെ സാൻ ലൊറേസോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത്. കുതിരയൊക്കെ ഉണ്ടല്ലോ, അതാ ഈ കാണുന്ന മുഴുവൻ കൊഞ്ചാണ്. ആളുകൾ കൊഞ്ച് വിൽക്കാൻ വേണ്ടി ഇരിക്കുന്നത് ഫുള്ള് കൊഞ്ചാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്തുള്ള ലേക്കിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന, ലേക്കല്ല സോറി, കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നതാണ്. ഇവിടെ നമ്മുടെ ചിപ്പിയല്ലേ, ചിപ്പി എന്തൊക്കെയാണ് കേട്ടോ. ആ കുരിയിലെ കുരിയില ആണല്ലോ, കുരിയില എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ചിപ്പി എന്തോ ആണ്. അതാ ഇവിടെ കണ്ടില്ലേ, കൊഞ്ചും ഇത് വേറെ എന്തോ മീന്. കൊഞ്ചല്ലേ ഇത്? Camarones. കമറോണെ. പെസ്കാദോ. ആ ഓക്കെ. രാവിലെ എനിക്കൊരു ബസ് കിട്ടി. ലാസ്റ്റ് ഞാൻ ബസ്സിൽ കയറി പോവാണ്. ബസ്സിൽ വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ദാണ്ട് ഫ്രണ്ടിൽ പാട്ടും മ്യൂസിക്കും. ഇതുപോലുള്ള ബസ്സുകളിൽ പുറകിലൂടെ ഇറങ്ങാൻ പറ്റും കേട്ടോ, എക്സിറ്റ് ആയിട്ട്. അതിലൂടെ ഇത് വിൽക്കാൻ വേണ്ടി നടക്കുന്നത് എന്തൊക്കെ. പോലീസ് എന്നെയും വേറൊരു പയ്യനെ കേട്ടോ, അവനെ കണ്ട ഒരു ഗ്യാങ്ങിനൊക്കെ വന്നിരിക്കുള്ളൂ. അവനെ മാത്രമേ ചെക്ക് ചെയ്തു കേട്ടോ, വേറെ ആരെയും ചെക്ക് ചെയ്തില്ല. വേറെ എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. ഇവിടെ രാവിലെ മാർക്കറ്റൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. ഞാൻ രാവിലെ ഇവിടെ ഒരു മാർക്കറ്റിലെത്തി. ഇവിടുത്തെ ബസ് ടെർമിനലൊക്കെയാണ് കേട്ടോ. ഇവിടെ നിന്ന് പല ഭാഗത്തോട്ട് പോകാനുള്ള ബസ്സുകൾ നമുക്ക് കിട്ടും. ഞാനിനി എന്തായാലും ഹിച്ചേക്കാന്ന് വിചാരിച്ചു, ഇനി ബസ് എടുക്കുന്നില്ല. ഇതുപോലത്തെ കുറേ ബസ്സുകൾ. ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പണക്കാരനായി. ഞാൻ കുറച്ചുകൂടെ പൈസ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഒന്നിൻ്റെ പൈസ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് നാട്ടിൽ വന്നിട്ട് വിൽക്കും, എന്നിട്ട് പൈസ ഉണ്ടാക്കും, എന്നിട്ട് വേറെ കുറച്ച് പേർക്കൊക്കെ ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കും വേറെ രാജ്യത്തൊക്കെ പോകുമ്പോൾ. ഗ്രാസിയാസ്, മുച്ച ഗ്രാസിയാസ്. പെർക്കാസോ ഒന്നും മനസ്സിലായില്ല. ഇതാണ് കേട്ടോ ഇവരുടെ കറൻസി, ഹോണ്ടറാസ് കറൻസി കണ്ടില്ലേ നിങ്ങൾ? ഇതാണ് ഏറ്റവും കുറഞ്ഞ ഇവരുടെ 1 വാല്യൂ വരുന്ന പൈസ. എന്റെ വീഡിയോസൊക്കെ കാണുവാണ്. ഇത്രയേറെ എൻ്റെ കൂടെ കുറെ ഫോട്ടോസൊക്കെ എടുത്ത കേട്ടോ. Mera pija, Honduras. Tú pija. Yo pija no, Honduras, mera pija. Honduras, mera pija. ¿Qué meaning? ¿Qué meaning? Nosotros. ¿Qué meaning?
¿Qué te está diciendo? മനസ്സിലായില്ല. ഓക്കെ ഓക്കെ. ഗ്രാസിയാസ് ഗ്രാസിയാസ് ബൈ ബൈ ഗ്രാസിയാസ്. ഞാനിവിടെ നിന്ന് ഇറങ്ങുവാണ്. നല്ല ആളുകളായിരുന്നു. ഞാൻ കുറേ കറൻസിയൊക്കെ ഒപ്പിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന, ബാങ്കിൽ പോയിട്ട് ബാങ്കിൽ നല്ല കറൻസി ഉണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് വാങ്ങും. ഇവിടെ കുറേ പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഇതാണ് കേട്ടോ. ചട്ടിയും വട്ടവും വെള്ളം കുടിക്കാനുള്ള ബോട്ടിൽ, ചിലതൊക്കെ അടിച്ചു മാറ്റുന്നതെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാ ഇവിടെ കത്തി കുറേ സാധനങ്ങളുണ്ടല്ലോ. ഫോണിൻ്റെ പൗച്ച്, പഴയ സെക്കൻഡ് സാധനങ്ങൾ. മാർക്കറ്റൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഇത് വലിയൊരു മാർക്കറ്റിൻ്റെ ഏരിയ. നമ്മുടെ ഏത്തമ്പഴമാണ് കേട്ടോ. അല്ല ഇവിടെ നമ്മുടെ കരിക്ക് ഇറക്കുന്നു ലോഡ്. എല്ലാം ഓരോ വണ്ടിയിൽ നിന്ന് ഇവർ മാർക്കറ്റിലോട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് വിൽക്കാനായിട്ട് തുടങ്ങുന്ന പരിപാടിയാണ്. ഞാനിനി നമ്മുടെ ഹിച്ചയ്ക്ക് ചെയ്ത് യാത്ര തുടങ്ങാൻ വേണ്ടി പോകുന്നു. എല്ലാവരും ഹെൽമെറ്റും റിഫ്ലക്ടറും ഉപയോഗിക്കുന്നത് കർശനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കുതിര വണ്ടി വരുന്നു. ലിഫ്റ്റ് അടിച്ച് നോക്കാം. അല്ല ലിഫ്റ്റ് എനക്കാം. ഓക്കെ അയ്യോ സോറി. ആ ഓക്കെ ഓക്കെ. കുതിര വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി. ഗ്രാസിയാസ്. അയ്യോ എൻ്റെ കുതിര. നീ കമ്മിന. ഓക്കെ ബൈ ഗ്രാസിയാസ്. കുതിരേ കുറേ നാളായടാ. ബൈ ഗ്രാസിയാസ്. ഓക്കെ. ഞാൻ എന്തെങ്കിലും കുറച്ച് സ്പാനിഷ് ആരുടെങ്കിലും സംസാരിച്ചാൽ പിന്നെ ഇവര് വിചാരിക്കും എല്ലാ സ്പാനിഷ് അറിയാന്ന് പറഞ്ഞു. പിന്നെ സ്പാനിഷോടെ സ്പാനിഷ് ആട്ടാ. പക്ഷെ ഇങ്ങനെയാണ് ഞാൻ സംസാരിച്ചാണ് പഠിക്കുന്നത്. അത് വേറെ കാര്യം. അല്ലാതെ ഞാൻ ഒരു ബുക്ക് നോക്കി പഠിച്ചിട്ടില്ല, പഠിക്കാറുമില്ല. ഞാനിവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ റോഡിൽ കണ്ട സിസ്റ്റർ ഞാൻ പറഞ്ഞ എനിക്ക് ചീസ് വേണ്ടാന്ന് കേട്ടോ. കാരണം ഇവിടെ നമ്മുടെ ബീൻസ്, മുട്ട, അവക്കാഡോ, ഇത് നമ്മുടെ സത്തിയ. ഈ ഒരു ഫുഡിന് വരുന്ന ഒരു 60 കേട്ടോ. 60 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു $2.5 വരും കേട്ടോ. അതായത് ഒരു 10-220 ആ ഒരു പൈസയൊക്കെ വരും ഇതിന്. ഇവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ആണ്. ഇതാ ബോർഡർ ഭാഗത്തൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അല്ല ഇവിടെ കുറേ ട്രക്ക് ട്രാഫിക്കേഴ്സ് കുറേ പേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും എനിക്കൊന്ന് കൂടുതൽ ചെക്കിങ്. ഈ കാണുന്ന ഒരു വെജിറ്റബിൾ വിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഹലോ ഹലോ. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. പിന്നെ പല ആളുകൾ ആദ്യം വിചാരിക്കുന്നത് ഞാൻ വിദേശിയൊന്നുമല്ല, ലാറ്റിൻ അമേരിക്കയിലെ എവിടെയെങ്കിലും ഉള്ള ഒരു പയ്യനാണ്. സംസാരിച്ച് വിദേശിയാണെന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. ഇവിടുത്തെ എണ്ണ നോക്കിക്കേ, കൈ ഫുൾ ഒട്ടണം കേട്ടോ. ഫുൾ എണ്ണ ഈ ഭക്ഷണത്തിൽ. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് കേട്ടോ. ഓരോ ഓട്ടോകളായിട്ട് ഇവർ നിർത്തിയിടുന്നുണ്ടോ. നമ്മുടെ നാട്ടിലെ ഇന്ത്യ ഓട്ടോ ടുക് 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 ഇന്ത്യ മോട്ടോ ടാക്സി ഇന്ത്യ. അവർക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഇന്ത്യ. ബൈ ബൈ അഡിയോസ്. എനിക്കൊരു കാറിൽ ലിഫ്റ്റ് കിട്ടി. എന്ത് നല്ല ആൾക്കാർ കേട്ടോ. എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹവും ഒരു ഫാമിലിയെ പോലെ. ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ അടിയോസ് പോ. ഞാനിനി നിക്കാരാഗ ബോർഡറിലോട്ടാണ് പോകുന്നത്. അതെന്തേ വാ. ഗ്രാസിയാസ്. എനിക്ക് ഇവിടെ നിന്ന് പോലീസ് വെള്ളം ഓഫർ ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ലിഫ്റ്റ് അടിച്ചുകൊണ്ട് നിന്നപ്പോൾ നല്ല കമ്പനിക്കാരായിട്ടുള്ള പോലീസുകാർ. കാരണം ഈ ഒറ്റ സ്ഥലത്ത് മാത്രമേ ഷെയ്ഡുള്ളൂ, ബാക്കി എല്ലായിടത്തും ചൂട് നോക്കിക്കേ. വെയിൽ ഇവിടെ ഇത്രയും സ്ഥലത്ത് മാത്രം വെയിലില്ലാത്തതുകൊണ്ട് അവിടെ പോലീസുകാരന്മാരും പോലീസുകാർ. ഞാൻ പട്ടാളക്കാരന്മാരെന്നാണ് പറഞ്ഞത്, സോറി. അല്ല ഏതെങ്കിലും വണ്ടി ലിഫ്റ്റ് അടിച്ച് കയറി പോകാനുള്ള പ്ലാനാണ്.
¿A dónde vas? Saule. Huh? I'm a Saule. Sí. Can I get a ride? Ah, Can I get a ride? ah. Y viajando. Ajá. No, pues ahí nomás, yo entregar esto hoy. No. Entregar esto hoy. Huh? Means viajando. Lift. Sí, está bien. ഓക്കെ. പോലീസുകാർ അവരുടെ സാധനം എടുത്തോണ്ട് പോകുന്നു. ഇനി അവർ പോയാൽ എനിക്ക് ഒരു ലിഫ്റ്റും കിട്ടൂല കേട്ടോ. അവരുള്ളതുകൊണ്ട് ഇവിടെ വണ്ടി സ്ലോ ആയിട്ട് വരുന്നു കണ്ടോ. അഡിയോസ്. Nos vamos. അങ്ങനെ ഞാൻ അവസാനം ഒരു ബസ്സിൽ കയറി കേട്ടോ. വേറെ വഴിയൊന്നുമില്ല, ഇവിടെ നിന്ന് ലിഫ്റ്റ് കിട്ടണമൊന്നുമില്ല. ഓട്ടോയുടെ മേളം കേട്ടോ ഇവിടെ എല്ലായിടത്തും. ഇവിടെയുള്ള വീടുകളൊക്കെ വേറൊരു പ്രത്യേക രസമുള്ള വീടുകൾ, ഓടിട്ട വീടുകളാട്ടോ കൂടുതലും. ഇവിടെ ബോർഡർ ഏരിയ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലായിടത്തും പോലീസും പട്ടാളവും ചെക്ക് പോയിന്റുകളും. ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി ഒരു 7 കിലോമീറ്റർ കൂടെ പോകണം. 7 കിലോമീറ്റർ കൂടെ പോയാൽ ഞാൻ നമ്മുടെ നിക്കാരാഗ ബോർഡറിലെത്തി. എൻ്റെ പുതിയ രാജ്യമായിട്ടുള്ള ബോർഡറിലെത്തി. ആളുകൾ ചോദിച്ചു എത്ര രാജ്യം, അതാ കുത്തോ. ആളുകൾ ചോദിക്കുന്നുണ്ട് പോകുന്ന രാജ്യങ്ങളുടെ നമ്പർ എണ്ണി പറയാൻ. എനിക്ക് തോന്നുന്നു 100ാമത്തെയോ 101ാമത്തെ രാജ്യമാണ് കേട്ടോ. 100 രാജ്യം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഹോണ്ടറാസിന്റെ 100ാമത്തെ രാജ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത് 101ാമത്തെ രാജ്യം. സെഞ്ചുറി കടന്നിരിക്കുവാണ്. അപ്പോ ഓക്കെ ഓക്കെ ഓക്കെ. ¿Cómo estás? Bien. Bueno. നമ്മുടെ അമിഗോ വേണം കേട്ടോ. അമിഗോ, soy de India. Oh, car. ഹലോ. അത് പോട്ടെ, നമുക്ക് ഇനി ലിഫ്റ്റ് അടിക്കാം. ബസ് ഇറങ്ങി ബസ്സിൽ പോവാം. എവിടെ നോക്കിയാലും ഓട്ടോയാ. ഓട്ടോ എങ്കിൽ ഓട്ടോ. ഓട്ടോ എന്നെ വേറെ ഏതൊക്കെ സ്ഥലത്തൂടെ കൊണ്ടുപോവാണല്ലോ. ഞാൻ ഈ ബോർഡറിലോട്ടാ പോവേണ്ടേ. ഞാനങ്ങനെ ബോർഡർ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ബോർഡർ കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. അതിനു വേണ്ടിയാണ്, അവരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ദാണ്ടെ ഇതുപോലുള്ള വണ്ടികളുള്ളത്. ബോർഡറിൽ കടത്തി ക്രോസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറേ വണ്ടികളുണ്ട്. ഞാനങ്ങനെ നിക്കാരാഗ എന്ന് പറയുന്ന എൻ്റെ പുതിയ രാജ്യത്തോട്ട് ഞാൻ എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഹോണ്ടറാസിനോട് വിട പറയുവാണ്. ഹോണ്ടറാസ് എന്ന് പറയുന്ന രാജ്യത്തിനെ അപേക്ഷിച്ച് നിക്കോരാഗ എന്ന് പറയുന്ന രാജ്യം വളരെ സുരക്ഷിതമായിട്ടുള്ള രാജ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. പണ്ട് മുതലേ തന്നെ ഡ്രഗിൻ്റെ കാര്യമായാലും ഈ ഗ്യാങ്ങിൻ്റെ വിളയാട്ടമൊക്കെ വളരെ കുറവാണ്. എൻ്റെ പ്രധാന കാരണം ഇവിടെ ഭരിക്കുന്നത് പവർ കയ്യിൽ പിടിച്ചിട്ട് എന്താ പറയുക, സ്വന്തമായിട്ട് അധികാരം ഞാൻ എല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞ് കുറേ വർഷങ്ങളായിട്ട് ഒരു ഒർത്തക എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് കേട്ടോ ഭരിക്കുന്നത്. അപ്പോൾ പുള്ളി ഒരു സ്വേച്ഛാധിപത്യം പോലെയാണ്. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റിയും പുള്ളി നല്ലപോലെ നോക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇവിടെ ഡെമോക്രാസി ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ അതിൻ്റെ റൈസും കൺസേണൊക്കെ ചെയ്യുന്നുണ്ട്. കോന്തോ കോന്തോ Dólares, lempiras. La. Lempiras. Honduras. Necesitas Nicaragua 130. No, poquito. Iki poquito. Aquí. 132 തരാന്ന് കേട്ടോ. 130. അല്ല, സിംഗോ. No más. 30. സിംഗോ തരൂലാന്ന് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഇനി എനിക്കൊരു ഐഡിയ കിട്ടി എത്രയ്ക്ക് നമുക്ക് വാങ്ങണമെന്ന്. ഞാൻ എമിഗ്രേഷന് പോട്ടെ. ഇവിടെ നല്ല തിരക്കാണല്ലോ, മുഴുവൻ ആളുകളും. അങ്ങനെ എമിഗ്രേഷൻ കഴിഞ്ഞു. കോന്തോ ¿Qué anda ahí? ¿A mucho? 100. ¿Sabes por qué? Está grabando, ¿no? ¿Ah? ¿Qué vas a cambiar? ¿Sí es que? Honduras.
Honduras. Honduras, 130. 130? Por 100 empiras. കൊണ്ടോ കാൽക്കുലേറ്ററിൽ പറഞ്ഞുതരുമോ 130 Por 100 empiras. 5 500. ഇവിടെ ബോർഡറിൽ നമ്മൾ ഇറങ്ങാറായപ്പോൾ ഇവിടെ എന്ത് സാധനമോ അവരിട്ട് മഞ്ഞ കുക്കുംബറാണോ കുക്കുംബറോ എന്തോ ഭക്ഷണം ഹോല കോമസ്റ്റാസ് ഇവരാണ് കേട്ടോ ഇവിടെ വെക്കുന്നത് അവർ കോളയും കുളിച്ചോണ്ടിരിക്കുകയാണ് ബൈ അപ്പോൾ ഞാൻ എൻ്റെ പുതിയ രാജ്യത്തോട്ട് പോവാണ് പുതിയ രാജ്യം എന്ന് പറയുന്നത് നിക്കാരോ എന്ന് പറഞ്ഞാൽ ഏകദേശം 6-7 ലക്ഷം പേരുണ്ടാവും പക്ഷേ വലിയ രാജ്യമാണ് സെൻട്രൽ അമേരിക്കയിലെ നടുക്കത്തെ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ആ വലിയ രാജ്യത്ത് ആകെ ഉള്ളത് ഒരു 6-7 ലക്ഷമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ 35 ലക്ഷമുണ്ട് സോറി 3.5 കോടിയുണ്ട് ഇവിടെ ഉള്ളത് ആകെ 6-7 ലക്ഷം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അത്രയ്ക്ക് ജനസംഖ്യ കുറേ സോറി 6-7 ലക്ഷമല്ല കേട്ടോ 60 എത്ര ലക്ഷം പേരുണ്ട് കേട്ടോ 60 ലക്ഷം എന്തോ പേരുണ്ട് 6-7 ലക്ഷമല്ല അതേസമയം ഹോണ്ടുറാസിലാണെങ്കിൽ ഇവിടുത്തെ പോപ്പുലേഷൻ 10 മില്യൺ ആണ് 10 മില്യൺ എന്ന് പറയുമ്പോൾ 1 കോടി ആൾക്കാർ ഹോണ്ടുറാസിലുണ്ട് പക്ഷേ ചെറിയ രാജ്യമാണ് നിക്കാരോഗ അതിനെക്കാട്ടി വലിയ രാജ്യമായിട്ടും 60-70 ലക്ഷം പേര് മാത്രമേ ഉള്ളൂ കേരളത്തിൽ 3.5 കോടിയുണ്ട് 35 മില്യൺ ഉണ്ട് ഒരു വീഡിയോയിൽ ഞാൻ അബദ്ധത്തിൽ 35 ലക്ഷം എന്ന് പറഞ്ഞു അത് അറിഞ്ഞുകൂടാത്തോണ്ട് പറഞ്ഞല്ല അബദ്ധത്തിൽ മണ്ടത്തരം പറ്റിയതാണ് അപ്പോൾ നമുക്ക് കാണാം ലോകത്തിലെ മിക്ക ലാൻഡ് ബോർഡറുകളും ഒരു പുഴ കൊണ്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഈ ലാൻഡ് ബോർഡറും ഈ 2 രാജ്യങ്ങളെയും വിഭജിച്ചിരിക്കുന്ന ഒരു പുഴയാണ് റിയോ എന്ന് പറഞ്ഞ പുഴ റിവർ ഗൊസൂലെ റിവർ ഗൊസൂലെ എന്ന് പറയുന്ന ടൗണിന്റെ അടുത്തുള്ള റിവറിനെ പറയുന്നതാണ് ഗൊസൂലെ റിവർ ഈ കാണുന്നതാണ് നമ്മുടെ ഗൊസൂലെ നദി അപ്പുറത്ത് നമ്മുടെ നിക്കാരോഗ ഇവിടെ ഫുള്ള് മലകളാണ് ബിയൻവനീദോ വെൽക്കം എന്ന് എഴുതി വെച്ചിരിക്കുന്നു നിക്കാരോഗയുടെ ഒരു ഫ്ലാഗ് ഒന്നുമില്ല ഒരു കൂതറ ഒരു ബോർഡർ പോലെ തോന്നുന്നു ഫുള്ള് കാറ്റ് ഇവിടെ എമിഗ്രേഷൻ ആ ഓക്കെ ഇവിടെ അല്ല എമിഗ്രേഷൻ എൻ്റെ റൂമിലോട്ട് കയറുവാണ് ഇമിഗ്രേഷൻ ഫുൾ ആളുകളാണല്ലോ ഇവിടെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നോ എത്ര നേരമായിരുന്നോ അപ്പോൾ ഞാൻ വിസയുടെ കാര്യമൊന്നും പറയുന്നില്ല അതായത് ഹോണ്ടുറാസ് നിക്കോരോഗ എൽസാൽവഡോർ പറയുന്നില്ല ഹോണ്ടുറാസ് നിക്കോറോഗ ബെലിസെ മെക്സിക്കോ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിങ്ങൾക്ക് യൂറോപ്പിൻ്റെ വിസയോ അല്ലെങ്കിൽ അമേരിക്കയുടെ വിസയോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ വിസയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ വരാം അതുകൊണ്ട് വേറെ വിസയൊന്നും എടുക്കണ്ട നിക്കോരോഗ ഇനി വേണ്ട നെക്സ്റ്റ് പോകുന്ന കോസ്റ്ററിക്ക അത് കഴിഞ്ഞിട്ട് പനാമ ഇത്രയും രാജ്യങ്ങളിൽ US-ൻ്റെ വിസ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓണറബിളായിട്ട് കിട്ടും വിസ ഫ്രീ ആയിട്ട് കിട്ടും ചിലപ്പോൾ $1-2 ചില രാജ്യങ്ങൾ കഴിഞ്ഞ ഹോണ്ടുറാസിൽ കയറിയപ്പോൾ $3 കൊടുത്തു ഇവിടെ ഇന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുവാണ് ഇവിടെ വിദേശികൾക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് തോന്നുന്നു ഇനി ഇവർക്ക് $13 കൊടുക്കണമെന്ന് കുറേ നേരം എടുത്തു കേട്ടോ വിദേശികളുടെ അത് കുറേ നേരം എടുക്കുന്നുണ്ട് ഇവിടുത്തെ സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റാണ് കേട്ടോ ഇവിടുത്തെ ഭരണമെന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് പണിയെന്ന് എൻ്റെ പൊന്നെ എത്ര നേരം എടുത്തു എന്നാ ഒരു 2-2.5 മണിക്കൂർ ഞാൻ എമിഗ്രേഷൻ കഴിയാൻ വേണ്ടി എടുത്തു അറിയാതെ യൂട്യൂബറാണെന്ന് പറഞ്ഞു പോയി പിന്നെ ഉടനെ എമിഗ്രേഷനിൽ നിന്ന് അവരുടെ റൂമിൽ കൊണ്ടുപോയി പിന്നെ ഇവരെങ്ങനെയാണ് തോട്ടോ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ തപ്പി കണ്ടുപിടിച്ചു ഞാൻ എന്നിട്ട് ഇവരുടെ ഫോണിൽ കണ്ടു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് അതെല്ലാം അവരുടെ ഇതിൽ കിടക്കുന്നു എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ഞാൻ പറഞ്ഞു പോലുമില്ല പിന്നെ ഒരു ക്ലിയറൻസ് അത് ഇത് അവസാനം ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ബോർഡറിൽ വന്നപ്പോൾ എനിക്കൊരു ലഗേജ് കൂടെ കിട്ടി ഞാനൊരു ആൻറ്റി പാവം കേട്ടോ ഇങ്ങനെ നടക്കുന്നു ഞാൻ ചോദിച്ചു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ചോദിച്ചു അവർ പറഞ്ഞു ഓന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ വെയിറ്റും മുന്തി തള്ളിക്കൊണ്ട് ഇനി നമ്മുടെ നിക്കാരോഗ ബോർഡറിൻ്റെ പുറത്തോട്ട് പോവുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ ബോർഡർ കയറി പോകുന്ന സ്ഥലം
ഞാൻ എൻ്റെ അമ്മോ ഒരു ലോഡ് സാധനം ഉണ്ടായിട്ടോ. ഇവിടെ ടാക്സി സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത്. എനിക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യണം ഇവിടെ നിന്ന്. മണി എക്സ്ചേഞ്ച് ഡോളർ നോ ഹോണ്ടുറാസ് സി 135 1.35 grande the last 1.4 señorita señorita വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ സിംഗോ ഓക്കെ. നല്ല രസമുള്ള നോട്ട് കേട്ടോ. എൽസാവഡോറിന്ന് നിക്കാരോഗയുടെ എൽസാവഡോറിന്റെ ഫ്ലാഗ് ഒക്കെ കണ്ടാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. ഞാൻ 100 ലാറിയാണ് മാറ്റുന്നത് കേട്ടോ ഹോണ്ടുറാസിന്റെ. മുച്ചോ ഗ്രാസിയാസ്. അപ്പോൾ ഞാനിനി പൈസ മാറ്റി കുറച്ചേ മാറ്റിയിട്ടുള്ളൂ കേട്ടോ, വളരെ കുറച്ച്. ഇനി ഞാൻ ഡോളർ പിന്നീട് മാറ്റാം. അതാണ്ടേ ഇനി ഞാൻ യാത്ര ചെയ്ത് മുന്നോട്ട് പോട്ടെ, ടെർമിനലിലോട്ട് പോവാം. എൻ്റെ നിക്കാരോഗയിലെ ഫസ്റ്റ് റൈഡ്. Muchas gracias. Nicaragua, mucho caliente. Sí, caliente. Caliente. Sí. Agua, good. Agua, bien. Oh. വെള്ളം കുടിച്ചോണ്ട് ഒരു സമാധാനമുണ്ട്. ഇതാരാ റോഡിന്റെ നടുക്കൂടെയൊക്കെ നടക്കുന്നേ? റോഡിന് ഇടിക്കാൻ വേണ്ടി നടക്കുവാണ്. നമ്മളങ്ങനെ ദാണ്ടെ ഇതാണ് നിക്കാരോഗയിലെ അവസ്ഥ. അതായത് ഹോണ്ടുറാസ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നിക്കാരോഗയിൽ കുറച്ച് ലേക്കും കൂടി കൂടുതലുണ്ട്. ലേക്കാണ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ വോൾക്കാനയാണ് ഇവിടെ. നിക്കാരോഗയിലെ വോൾക്കാനകൾ കൂടുതൽ നമ്പർ ഓഫ് വോൾക്കാനകളുണ്ട് ഈ ഒരു രാജ്യത്ത്. ഇവിടുത്തെ ക്ലൈമറ്റ് നമ്മുടെ ഹോണ്ടുറാസ് ഒക്കെ പോലെ തന്നെയാണ്. ഇവിടെ ട്രോപ്പിക്കൽ അല്ല, റെയിൻ ഫോറസ്റ്റും നിക്കാരോഗയിലുണ്ട്. കറക്റ്റ് നമ്മുടെ ഹോണ്ടുറാസ് ഒക്കെ പോലെ തോന്നുന്നു എനിക്ക് സ്ട്രീറ്റൊക്കെ. നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ചേട്ടൻ വേറെ എങ്ങോട്ടാണ് പോകുന്നത്, പക്ഷെ അതിനോടൊപ്പം തന്നെ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ ടാക്സിയാണ് കേട്ടോ ഇതുപോലത്തുള്ള ഉന്തുകൊണ്ട് തള്ളി ഈ കാണുന്നതൊക്കെ. ഇവിടെ ആക്ച്വലി ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. ബോർഡറിൽ നിന്നേ ഞാനിത് ധാരാളം കാണാൻ തുടങ്ങി. എല്ലാവരും ഇതിലാണല്ലോ പോകുന്നത്. പഴയ കൊളോണിയൽ കാലത്തെ ആ ഒരു ബിൽഡിംഗ് ടൈപ്പാണെന്ന് തോന്നുന്നു ഇവിടെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. സൈക്കിളോട്ടി പോകുന്നുണ്ടോ? ഇതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ഇവിടെയുള്ള വീടുകളെല്ലാത്തിൻ്റെ മുകളിലും ഓടുകളാണ് റൂഫായിട്ട് വരുന്നത്. നമ്മുടെ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവിടെ എന്തോ സാധനം എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. ജപ്പാൻ കൺട്രിയോ? ജപ്പാൻ പണിത് കൊടുത്ത ഒരു പാലത്തിലൂടെ. ചീനോ? ഓ, ഇവിടെ ചൈനീസ് സൂപ്പർ മാർക്കറ്റ് എന്താണ് ആ കാണുന്നത്? സൂപ്പർ മാർക്കറ്റോ? ചൈനീസുകാരുടെ സൂപ്പർ മാർക്കറ്റാണ് കണ്ടത്. ജപ്പാൻകാർ പണിത് കൊടുത്ത പാലമാണ് അവിടെ കണ്ടത്. ആ കാണുന്ന പാലവും ജപ്പാൻ പണിത് കൊടുത്തതാണ്. ഇതെന്താ, ജപ്പാന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇവിടെ വലുതായിട്ട്? ഈ കാണുന്ന പാലം കണ്ടോ, ജപ്പാന്റെ പാലം. അവിടെ വെള്ളത്തിൽ കുറേ കുട്ടികളൊക്കെ അവിടെ ഇന്ന് കളിക്കുന്നുണ്ട്. ആ കാണുന്നത് ഇവിടുത്തെ ഒരു വോൾക്കാനോയാണ് കേട്ടോ. ഇവിടെ ധാരാളം വോൾക്കാനോകളുണ്ട്. വോൾക്കാനോകൾ നിങ്ങൾക്ക് ഈ രാജ്യം മുഴുവൻ കാണാൻ സാധിക്കും. അങ്ങ് ദൂരമായിട്ട് കാണുന്നതും അതും ഒരു വോൾക്കാനോയാണ്. നമ്മുടെ വോൾക്കാനോ ഇവിടുന്ന് നല്ലതുപോലെ കാണാൻ സാധിക്കും. അതുകൊണ്ട് താത്ത് തന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഫുള്ളും മരങ്ങൾ വന്നു. അവിടെയാണ് നമ്മുടെ വോൾക്കാനോ. കണ്ടില്ലേ, അതാണ് കേട്ടോ നമ്മുടെ വോൾക്കാനോ. ഇവിടെ ലാറ്റിൻ അമേരിക്കയിൽ അല്ല, സെൻട്രൽ അമേരിക്കയിൽ ഞാൻ ധാരാളം വോൾക്കാനോകൾ കണ്ടു. ഇവിടെ പശുവും കുതിരയും ധാരാളം ഉണ്ട് കേട്ടോ. ഇവിടെ പശുവും കുതിരയും. വിളിക്കാൻ ആളെ കയറ്റില്ല എന്ന് പറയാനാണ് ഇങ്ങനെ കാണിക്കുന്നത്. നോ പേഴ്സണാ ദിസ് പോർക്കോ No hay policía. നോ പോലീസിയ. ചിന്തക എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് ഞാൻ വന്നിട്ടുണ്ട്. അല്ല, ഇവിടെ
ഒരു റൗണ്ട് അബൌട്ടാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. വെയിലെന്ന് പറഞ്ഞാൽ അല്ല, വെയിലടിച്ച് ചാവും കേട്ടോ, കരിയും. ഞാൻ ഈ സാധനം ഉള്ളതുകൊണ്ട്, മറയ്ക്കാനുള്ള സാധനം ഉള്ളതുകൊണ്ട് നല്ല ഇതുണ്ട്, അല്ലെങ്കിൽ കരിഞ്ഞേന. ഇവിടെ ഈ ഒരു സെൻറ്ററിൽ നിക്കരാഗോയുടെ ഫ്ലാഗ്, പിന്നെ അപ്പുറത്ത് 2 ഫ്ലാഗ് ഉണ്ട്. അതെന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഇത് ഇവരുടെ എത്നിക് കമ്മ്യൂണിറ്റിയുടെ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. നിക്കരാഗോയുടെ ഫ്ലാഗിൽ നടുക്കൊരു സെൻറ്റർ ഉണ്ട്. മാത്രമല്ല എൽ സാൽവഡോറിൻ്റെയും ഹോണ്ടുറാസിൻ്റെയൊക്കെ ഫ്ലാഗ് പോലെയാണ് ഈ രാജ്യത്തിൻ്റെ ഫ്ലാഗ്. അതിൻ്റെ പ്രധാന കാരണം ഇവർ 2 സ്ട്രൈപ്പ് പോലെ നീല അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിരുന്ന പ്രധാന കാരണം ഇവരെല്ലാവരും സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിരുന്നു. ഈ സ്പാനിഷുകാരെ അടിച്ചൊതുക്കിയതിന് ശേഷം ഇവർക്ക് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു രാജ്യം പോലെ ഉണ്ടായിരുന്നു, ഫെഡറേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ബലത്തിലാണ് ഇവരിപ്പോഴും ആ ഒരു രീതിയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൽ സാൽവഡോറിൻ്റെയും നിക്കരാഗോയുടെയും ഫ്ലാഗ് വളരെ കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ വൃത്തിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത സാധനം ഇവിടെ ഉള്ള സാധനവും വൃത്തി അതുണ്ട്. പിന്നെ ഇവിടെയും നല്ല വലിയ മാളുകൾ, എല്ലാ സംഭവവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വൺ ഓഫ് ദ ഒരു ലോവസ്റ്റ് എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന രാജ്യമായാൽ പോലും ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ രാജ്യത്തിനെക്കാട്ടിയും ചില കാര്യങ്ങളൊക്കെ മികച്ചതായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ നാട്ടിലെ സുസുക്കിയുടെ സ്വിഫ്റ്റാണ്. പിന്നെ ബൈക്കുകൾ, നമ്മുടെ നാട്ടിലെ കുറേ ബൈക്കുകൾ ഇവിടെ ഉണ്ട്. ലിഫ്റ്റൊന്നും കിട്ടിയില്ല. തൽക്കാലം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം. തണ്ണിമത്തൻ, പപ്പായ, പഴം, മലൻ, റംബൂട്ടാൻ. ഒരു സ്ലൈസിന് 25. പുള്ളിക്കാരൻ എന്തോ എൻ്റെ അടുത്ത് സ്പാനിഷ് സംസാരിക്കുക. 25 രൂപ ഒരു സ്ലൈസിനാണ് കേട്ടോ വിൽക്കുന്നത്. പിന്നെ പപ്പായക്ക് കാരോ പരാത്തോ ഞാൻ പറഞ്ഞു എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞില്ല എക്സ്പെൻസീവ് അല്ലാന്നോ. നമ്മുടെ നാട്ടിലെ 25 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 10 ഇത് കൊടുത്താൽ നമ്മുടെ നാട്ടിലെ ഏകദേശം 25 രൂപയാണ്. 10 ഇവിടുത്തെ പൈസയാണ് കേട്ടോ, നിക്കാരാഗൻ പൈസയാണ്. നിക്കാരാഗൻ പൈസ കോർദോവ നിക്കാരാഗൻ കോർദോവ 10. Córdoba no es nada. Yo creo que ni a los 25 centavos ahora. No llega a los $25 centavos. Sí. Menos. Sí. India, Hindu, menos. നമ്മുടെ റംബൂട്ടാൻ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, കൊള്ളാമെങ്കിൽ വാങ്ങാം. കൈയിട്ട് പൊട്ടിച്ചിട്ടൊന്നും ആവുന്നില്ല കേട്ടോ. അതുകൊണ്ട് പുള്ളിക്കാരൻ എനിക്ക് അറുത്ത് തന്നു. കൊള്ളാം, കുഴപ്പമില്ല. എനിക്കൊന്ന് കളിച്ചോ എന്തോ ഒരു സംശയം കേട്ടോ. ഞാൻ ഈ കാണുന്ന കടയിൽ നിന്ന് ഞാൻ തണ്ണിമത്തം വാങ്ങിച്ച് കഴിച്ചായിരുന്നു. കുറേ നേരമായിട്ട് ഇവിടെ ലിഫ്റ്റ് അടിച്ചുകൊണ്ട് നിന്നപ്പം പുള്ളിക്കാരൻ നിക്കാരാഗോയിലാണ് കേട്ടോ. ഓ മുച്ചോ അയ്യോ ഓ മൈ ഗോഡ് ഗ്രാസിയാസ്. പുള്ളി എനിക്ക് വേണ്ടി പൊതിഞ്ഞ് തന്നതാണ് കേട്ടോ. ഞാൻ ഇത്ര നേരം പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരൻ്റെ കടയിൽ നിന്ന് തണ്ണിമത്തനൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. ഇപ്പം എനിക്ക് എന്തോന്ന് പറഞ്ഞതാണ്ട് ഒരു കവറിലിട്ട് എന്തോ സാധനമൊക്കെ തരുക. അയ്യോ ഏതോ ഒരു അങ്കിള് വന്നിട്ട് എനിക്ക് വേണ്ടി പുള്ളി ലിഫ്റ്റ് അടിക്കുവാണ്. ആരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ, പാവം. പുള്ളി എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഗ്രാസിയാസ് മുച്ചോ, ഗ്രാസിയാസ്. Thank you. Hola. Seatbelt. കറക്റ്റ് നമ്മുടെ നാട്ടിലെ മരങ്ങളും ഭക്ഷ്യങ്ങളും എല്ലാം കറക്റ്റ് കണ്ടോ. കശുവണ്ടികള്. ഇന്നത്തെ ദിവസം ഹിച്ചൈക്കിങ് വളരെ പാടാണ്. വീണ്ടും ഞാൻ ബസ്സിൽ കയറിയിരിക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ബസ് ഇറങ്ങി ലിയോണിലെത്തിയപ്പോൾ നല്ല കാറ്റും. ഇവിടെ ഈവനിങ് ആയ കേട്ടോ. ഇതുപോലുള്ള സൈക്കിൾ ടാക്സി വണ്ടികൾ ധാരാളം കാണാൻ സാധിക്കും ഓരോ ഇൻ്റർസെക്ഷനിലും. അല്ല കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു ഇതൊരു ചെറിയ പാർക്കാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പം ഫുഡ് സ്ട്രീറ്റ് ആവുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു.
നല്ല ക്ലൈമറ്റ്, നല്ല ഈവനിങ് കാറ്റും, നല്ല അടിപൊളി. ഉള്ള മറ്റേ ചെറിയ കിളികള് ഉള്ളതാ. എന്നെ ഈ ബ്രോ ഹെൽപ്പ് ചെയ്യുവാണ് കേട്ടോ. ഇവിടെ കടയിൽ ഞാൻ വഴി ചോദിച്ചപ്പോൾ പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യുക. Uno nombre? Elder. Nombre? Yamine. Ay, qué bonito. Josmira habla. Oh. Aida. Tú todo ayuda. Gracias. Okay. Ayuda. Gracias. എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ കടയിലകത്ത് കിടക്കാൻ പറഞ്ഞു കേട്ടോ. ഓ, ഞാൻ ഭയങ്കര ഹാപ്പി. എനിക്ക് നല്ല ഒന്ന് ഉറങ്ങാനുള്ള സ്ഥലം കിട്ടി. എന്നോട് ഷവർ ചെയ്യാൻ കുളിക്കാനും പറ്റും കേട്ടോ. ഓ, ഹാപ്പി. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ഹോം ആൻഡ് കം ബാക്ക്. ഓക്കെ. ഇവരെല്ലാവരും നല്ല കമ്പനി കേട്ടോ, നല്ല ഫ്രണ്ട്ലി. ഈ ഒരു സ്ഥലത്തു നിന്നാണ് എൻ്റെ ദൈവദൂതൻ. ഇതാണ് കേട്ടോ ദൈവദൂതൻ, പാവ കേട്ടോ. ഇവിടെ എനിക്ക് ഭക്ഷണം കൊണ്ട് വന്നിട്ടുണ്ട്, ചിക്കൻ റൈസ്. ഇത് ഞാൻ പറഞ്ഞു, അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഫുഡ് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് കഴിക്കാം. അപ്പം ബ്രോ പറഞ്ഞു നോ ബ്രോ, മണി എല്ലാ പൈസ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അതിലുപരി ഞാൻ ഒന്ന് കുളിക്കണേൻ്റെ ഇതിൽ ആശ്വാസം. പിന്നെ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടോ, നല്ല സ്നേഹമുള്ള ആൾക്കാർ, നല്ല ചേട്ടൻ കേട്ടോ. പുള്ളിക്കാരനെ ഒരു ദിവസം കേരളത്തിൽ കൊണ്ടുവരണം കേട്ടോ, അതാണ് എൻ്റെ ആഗ്രഹം. ഇവർ രണ്ടുപേരും നല്ല ആൾക്കാർ. നമ്മളിനി വീട്ടിൽ പോയി കുളിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ വീട്ടിൽ പോയി കുളിക്കാൻ വേണ്ടി പോകുന്നു. എന്നിട്ട് എന്നെ തിരിച്ചു കൊണ്ടാക്കും. ഞാൻ ഇവിടെ തന്നെ വന്ന് കിടക്കും ഇവരുടെ കടയിൽ. അതാണ് പ്ലാന്. പൾസർ നമ്മുടെ NS ആണ് കേട്ടോ, NS 200. അതിവിടെ ഭയങ്കര കോമൺ ആയിട്ട് കാണാൻ സാധിച്ചു. ഇവിടെയും ഹോണ്ടുറാസിലൊക്കെ നമ്മുടെ നാട്ടിലെ ബൈക്ക്. ചേട്ടൻ്റെ വീട്ടിൽ ഉള്ളപ്പോൾ ചേട്ടല്ലേ എനിക്കിത് തരുവാണ്. ഞാൻ പറഞ്ഞു മീ ഐ ഹാവ്, താങ്ക് യു, ഗ്രാസിയാസ് സോപ്പ്. എന്തൊരു പാവം ചേട്ടൻ. മുച്ചോ ഗ്രാസിയാസ് മാമ, മുച്ചോ ഗ്രാസിയാസ്. Muchas gracias. Okay, muchas gracias. ബ്രോന്റെ അമ്മയാണ് കേട്ടോ. എൻ്റെ അടുത്ത് പറയാണ് എനിക്കിപ്പോൾ 2 മക്കളുണ്ട്, ഒരു മോൻ 2 മക്കളുണ്ടെന്ന് കേട്ടോ. മുച്ചസ് ഗ്രാസിയാസ്. ഭയങ്കര സ്നേഹം കേട്ടോ എൻ്റെ അടുത്ത്. അവർ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്, ഇവിടെ അല്ല, വേറെ സിറ്റിയിൽ. Personas trabajando en el campo. അമ്മയ്ക്ക് കേരളത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. Bananas. Rice. Women, men, hombres, mujeres. ഞാൻ അവിടെ നിന്ന് ബാഗ് എടുത്തിട്ട് താണ്ട് ഇന്ന് ഇവിടെയാണ് കേട്ടോ എനിക്ക് കിടക്കാൻ വേണ്ടി പോകുന്നത്. മറ്റേ പുള്ളിയുടെ വേറൊരു എതുകർ ബ്രോ ഇല്ലേ, പുള്ളിയുടെ വീട്ടിലെ ബെഡ്. മുച്ചോ ഗ്രാസിയാസ്. സത്യത്തിൽ ഞാൻ ഇപ്പം എനിക്കിതെല്ലാം കിട്ടിയില്ലേ, ഈ സമയത്ത് ഇത്രയും നേരം വൈഫൈ കിട്ടിയപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എൻ്റെ വീട്ടിൽ ഒരു അതിഥി ഉണ്ടായിരുന്നു. അതിഥിക്ക് വേണ്ടി ഫുഡും രാവിലെ പോകുന്നതിന് മുമ്പ് റെഡിയാക്കി കഴിപ്പിച്ച് ഞാൻ ബസ് സ്റ്റോപ്പിൽ പോകാൻ വേണ്ടി ഞാൻ ഓട്ടോ വിളിച്ച് നടന്നു പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ ഉമ്മായി കൊണ്ട് ഓട്ടോ വിളിപ്പിച്ചിട്ട് ഓട്ടോയിൽ കയറ്റി ബസ്സിൽ കയറ്റി വിടാൻ വേണ്ടി പോയി പറയിപ്പിച്ച് പൈസ പോലും വാങ്ങിച്ചില്ല. പൈസ കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉമ്മ കിടന്ന് അലക്കുന്നു, ഇല്ല. അപ്പോൾ അതെല്ലാം ഞാൻ ഫോണിൽ കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് അവളെ എനിക്ക് മെസ്സേജ് അയക്കുന്നു, നീ എന്നെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്തു. അപ്പോൾ ഒരു പരിധിയിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് തിരിച്ചു കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അഫ്കോഴ്സ് നമ്മളെങ്ങനെ ഒരാളുടെ അടുത്ത് സമീപിക്കും, പിന്നെ നിങ്ങളെയൊക്കെ പോലുള്ള ആളുകളുടെ പ്രാർത്ഥനകൾ കൊണ്ടാണ് എനിക്ക് ഇത്രയും സ്നേഹം എല്ലായിടത്തും കിട്ടുന്നത്. ഇവിടെ എല്ലാവരും ഇന്ന് വൈകുന്നേരം പുറത്ത് ഇരിക്കുന്ന കാഴ്ചകൾ കാണാം. ഇന്ന് ശനിയാഴ്ചയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് അതിമനോഹരം. നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തോട്ട് വന്നതാണ്. ഈ കാണുന്നത് ഇവിടുത്തെ സെൻട്രൽ മാർക്കറ്റാണ്. ഇവിടെ ഉള്ള എല്ലാ ബിൽഡിങ്ങുകളും കൊളോണിയൽ ബിൽഡിങ്ങുകളാണ്.
സ്പാനിഷ് കൊളോണിയൽ സമയത്ത് അന്ന് നിർമ്മിച്ച ബിൽഡിങ്ങുകളാണ്. ഇവിടെ കുറേ ആൾക്കാരിരുന്ന് സ്ട്രീറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ്, സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ കത്തീഡ്രലിൻ്റെ ഭാഗമാണ്. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു കത്തീഡ്രലാണ്. ഇന്ന് ശനിയാഴ്ച വൈകുന്നേരമാണ്. അവരാ കൊളോണിയൽ കാലത്തെ ചരിത്ര അവശേഷിപ്പുകൾ ഇപ്പോഴും അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന ഉദാഹരണമാണ് ഈ ലാമ്പ്. ഈ ലാമ്പ് അല്ല കേട്ടോ, കാരണം ഇത് കൊളോണിയൽ സമയത്തല്ല എന്ന് തോന്നുന്നു. അവർ പുതുക്കി പണിത വെച്ച ഒരു ലാമ്പ് മോഡലാണ്. ബട്ട് അതേസമയം നമ്മുടെ തിരുവനന്തപുരം കവടിയാറ് പോയാൽ ആ ഒരു സമയത്തുള്ള ലാമ്പുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ഇവിടുത്തെ കത്തീഡ്രലിൻ്റെ പുറകു വശത്താണ്. നമ്മൾ മുൻഭാഗത്തോട്ട് പോവുകയാണ്. മുൻഭാഗത്ത് പോകുമ്പോൾ സാധാരണയായിട്ട് അവിടെ ഒരു സെൻട്രൽ പാർക്കും കാണാൻ സാധിക്കും. അതിവിടെ ഉള്ള എല്ലാ സെൻട്രൽ അമേരിക്കൻ രാജ്യത്തിൻ്റെയും ഒരു രീതിയാണ് കേട്ടോ. ഒരു പാർക്കും ഒരു കത്തീഡ്രലും, അതാണ് ഇവിടുത്തെ ഡൗൺ ടൗൺ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഭാഗം എന്ന് പറയാൻ പറ്റുന്ന കാഴ്ചയായിട്ട് പറയുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഒരു സെമിനാരി സ്കൂളാണ് കേട്ടോ, കൊളേജിയോ സെമിനാരിയോ. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു സ്കൂളാണ്. നമ്മുടെ സ്കൂളിന് 346 വർഷം പഴക്കമുണ്ട്. ഇവിടെ ദാണ്ടെ 2 സിംഗം. ഈ കാണുന്നതും ഇവിടുത്തെ വേറൊരു സ്കൂളാണ്. ഈ കാണുന്നത് സ്കൂളോ കോളേജോ. ഈ കാണുന്നതാണ് നമ്മുടെ യുനെസ്കോ പട്ടികയിൽ വന്ന നമ്മുടെ കത്തീഡ്രല്. ഇവിടെ 6 സിംഹമാണ് ഈ പള്ളിയെ സുരക്ഷിതമായിട്ട് ചുറ്റി വച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 ലയണ കാണാൻ സാധിക്കും. ലയൺ വെച്ചിട്ടുള്ള ലയൺ നഗരത്തിലെ കത്തീഡ്രൽ പള്ളി. നല്ല രസമുണ്ട്. ഇവിടെയാണ് ഇവരുടെ സെൻട്രൽ പാർക്ക് വരുന്നത്. നമ്മുടെ ബ്രോ എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്ന് പള്ളിയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുവാണ്. It's a myth from many years ago, and supposedly it also has underground levels. ഇവിടെ ഈ കാണുന്നത് കണ്ടോ, ഇവരൊരു ജെയിൻ്റ് ആയിട്ട്, അതായത് ഡിസംബർ മാസത്തിൽ ഇവർ അന്ന് സ്പാനിഷ് കൊളോണിയൽ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് ഇൻഡിജീനസ് ആൾക്കാരാണല്ലോ. ഇൻഡിജീനസ് ആളുകൾ വന്നിട്ടാണ് ഇവർ മിക്സൊക്കെ ആയി ഇപ്പോൾ കാണുന്ന ഒരു വെളുത്ത കുറച്ച് പൊക്കമുള്ള ആളുകളെയൊക്കെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ കുള്ളരായിട്ടുള്ള ഇൻഡിജീനസ് ആയിട്ടുള്ള ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ഈ സ്പാനിഷ് സ്ത്രീകളെ കൊളോണിയൽ കാലത്ത് ഇവർ ഈ ഇൻഡിജീനസ് ആയിട്ടുള്ള ആളുകൾ കളിയാക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രഡീഷനാണ്. ഇവർ ഇതിൻ്റെ അകത്ത് ആൾ കയറിയിട്ട് ഡ്രമ്മൊക്കെ കളിച്ച് ഇതിട്ട് ഡാൻസ് കളിക്കും. പിന്നെ ഈ കാണുന്ന പള്ളിയൊക്കെ നമ്മുടെ സ്പാനിഷുകാർ അധികാരത്തിലേറ്റ് ഇൻഡിജീനസുകാരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച ഒരു പള്ളിയാണ്. ഇവിടെ ഈ കാണുന്ന സ്ട്രീറ്റിലൊക്കെ കുറേ ആളുകളുടെ ഇത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് ഇവിടെ ഒരു റെവല്യൂഷൻ നടന്നായിരുന്നു. ആ റെവല്യൂഷൻ നടന്ന സമയത്ത് ആളുകൾ കൊന്ന, അതായത് പട്ടാളക്കാരന്മാർ കൊന്ന ആളുകളുടെ ചിത്രവും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അതിനുശേഷമാണ് ഒർത്തഗ എന്ന് പറയുന്ന ഒരു പുള്ളി അധികാരത്തിലെത്തുകയും പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ പുള്ളിയെ അധികാരത്തിൽ നിന്ന് എടുത്ത് കളയുകയും പിന്നീട് ആ പുള്ളി തന്നെ ഏകദേശം 2007 ഇവിടെ തിരിച്ചു പിടിക്കുകയും പിന്നെ പുള്ളിയാണ് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി തന്നെയാണ് ഇപ്പം ഇനി ഭരിച്ചു കൊണ്ടേ ഇരിക്കാൻ ചാൻസ് ഉള്ളത്. പുള്ളി കാരണം ഇവിടുത്തെ നിയമമൊക്കെ എടുത്ത് മാറ്റി പുള്ളിക്ക് വേണ്ടിയുള്ള കുറച്ച് നിയമമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വിപ്ലവ പട്ടികയിൽ ഇവിടെ ചെഗുവേര, ഫിഡൽ കാസ്ട്രോ, പിന്നെ ഇവരുടെ ഓർത്തഗ, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ, ഇപ്പോഴത്തെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ ഇവരുടെ പിന്നെ അന്ന് ഈ റവല്യൂഷൻ അഴിച്ചു വിട്ടപ്പോൾ അന്നത്തെ വിപ്ലവ പ്രസ്ഥാനമായിട്ടുള്ള പുള്ളി. ഈ കാണുന്ന വീടുകൾ, ഈ കാണുന്നത് എല്ലാം കൊളോണിയൽ രീതിയിലുള്ള വീടുകളാണ്. ഇവിടെ പുള്ളി ഒരു ടീച്ചറാണ് കേട്ടോ. പാവം എനിക്ക് വേണ്ടി എല്ലാം കാണിച്ചു തരിക. ഇത് വേറൊരു ഇവിടുത്തെ ഒരു കൊളോണിയൽ സമയത്തുള്ള ഒരു ചർച്ചാണ്. ഈ കാണുന്ന വീട്ടിൻ്റെ എൻട്രൻസ് ഒക്കെ നോക്കിക്കേ. ഇവിടെ ഈ മാർക്കറ്റിൻ്റെ അടുത്തും ചൈന മോൾ നോക്കിക്കേ. ചൈനക്കാർ ആ കത്തീഡ്രലിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിരിക്കുന്ന അവരുടെ ഒരു മാർക്കറ്റാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഗ്രില്ല് ചെയ്ത ഭക്ഷണങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. അതാ ഇവിടെയും കൂടുതലും ഗ്രില്ല് ചെയ്ത ഭക്ഷണമാണെന്ന് തോന്നിട്ടോ വിൽക്കുന്നത്. ഇതെല്ലാം നോക്കിക്കേ, എല്ലാം പഴയകാല കൊളോണിയൽ മാർക്കറ്റാണ്. അതുപോലെ അവർ സൂക്ഷിച്ച് ഇപ്പോഴും മാർക്കറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ കാണുന്നത് നമ്മുടെ കാൽവരിപ്പള്ളിയാണ്. ഇവിടുത്തെ
എല്ലാ മൂലയിലും ഇവർ പള്ളി പണിത് വെച്ചിട്ടുണ്ട്. പാവപ്പെട്ട ഇൻഡിജീനസ് ആളുകളെ കഷ്ടപ്പെടുത്തി ഈ സ്പാനിഷുകാർ പണിത പള്ളികളാണ് കേട്ടോ. ഈ കാണുന്ന ഏരിയ മുഴുവൻ ഡിസ്കോഡേക്ക് ഏരിയകളാണ് കേട്ടോ. ഈ കാണുന്ന ഒരു ഏരിയ മുഴുവനായിട്ട് രാത്രി ധാരാളം ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ എല്ലാം. നമ്മുടെ സ്പാനിഷുകാർ വന്നപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട കൊളോണിയൽ ബിൽഡിങ്ങുകളെല്ലാം സിറ്റിക്കുള്ളിലായിരുന്നു. സിറ്റിക്ക് പുറത്തായിരുന്നു ഇൻഡിജീനിയസ് ആളുകളെ ഇവർ പാർപ്പിച്ചിരുന്നത്. അങ്ങനെ സിറ്റിക്ക് പുറത്തുള്ള ഒരു ഇൻഡിജീനിയസ് ഭാഗത്താണ് നമ്മളിപ്പോൾ വന്നത്. ഈ കാണുന്ന ചർച്ചില്ലേ, ഇൻഡിജീനിയസുകാരുടെ ചർച്ചായിരുന്നു കേട്ടോ. അന്നത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആളുകളുടെ, അതായത് കണ്ണും മൂക്കും ചപ്പിയിട്ടുള്ള ഇന്ത്യൻസ് എന്ന് പറയൂലേ, അവരുടെ ചർച്ചയായിരുന്നു. അവരായിരുന്നല്ലോ ഇവിടുത്തെ യഥാർത്ഥ അവകാശികൾ, ഇവിടുത്തെ ആദ്യത്തെ മനുഷ്യരെന്ന് വേണമെങ്കിൽ പറയാനായിട്ടുള്ളത്. പിന്നെയല്ലേ ഈ സ്പാനിഷുകാരൊക്കെ ഇങ്ങോട്ട് കുടിയേറി വന്നത് യൂറോപ്പിൽ നിന്ന്. അപ്പോൾ അവരുടെ ഏരിയകളാണ് ഇതൊക്കെ. ഈ കാണുന്ന ബിൽഡിങ്ങുകളായാലും ഈ കാണുന്നതായാലും കൊളോണിയൽ സമയത്തെ ആണെങ്കിലും ഇൻഡിജീനിയസ് കൊളോണിയൽ സമയത്തെ ഇൻഡിജീനിയസുകാർക്ക് വേണ്ടിയുള്ള കൊളോണിയൽ സമയത്തുള്ള ഒരു ആർക്കിടെക്ചറാണ് ഇത്. കണ്ടോ, സിമ്പിളായിട്ടുള്ള ഒരു ചർച്ച്. നമ്മൾ തിരിച്ച് കടയിൽ വന്നു. കട ഇവിടെ അടച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ദണ്ട ചുവന്ന ചേട്ടൻ്റെ കൂടെ വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ ടീച്ചർ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇവിടെ എല്ലാവരും ദണ്ട ബൈക്ക് ഓട്ടിക്കും കേട്ടോ, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും. ഇത് പൾസർ, നമ്മുടെ യമഹയുടെ R1.